രാഹുൽ മാങ്കൂട്ടത്തിന്റെ പ്രതികരണം നമുക്ക് തേടേണ്ടതുണ്ട്. രാഹുൽ മാങ്കൂട്ടം എന്താണ് ഇനി സമരത്തിന്റെ ഉദ്ദേശം, അല്ലെങ്കിൽ വരും ഭാവി സമര പരിപാടികളെ കുറിച്ചുള്ള ഈ SP ഓഫീസിലേക്കുള്ള മാർച്ച് നടത്താൻ തീരുമാനിച്ച അതേ ദിവസം തന്നെയാണ് ഗവൺമെന്റ് നോട്ടീസ് യൂത്ത് കോൺഗ്രസുകാരുടെ സമരത്തെ പോലീസുകാരൻ്റെ ലാത്തി കൊണ്ട് അളക്കാനാണ് തീരുമാനിക്കുന്നതെങ്കിൽ കേരളത്തിൽ ലഭ്യമായ ഒരു ലാത്തിയും ആ സമരത്തെ അളക്കുവാൻ പര്യാപ്തമായിരിക്കുകയില്ല എന്ന് കേരളത്തിലെ മുഴുവൻ പോലീസ് സേനയിലെ അംഗങ്ങളോടും വളരെ ബഹുമാന്യത്തോടുകൂടി മാന്യമായി സൂചിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഈ ലാത്തിയും എടുത്തുകൊണ്ട് പിണറായിയുടെയും പി ശശിയുടെയും ഉത്തരവുമായിട്ട് വാങ്ങി വരുന്ന പോലീസ് ഉദ്യോഗസ്ഥരോട് സൂചിപ്പിക്കാനായിട്ടുള്ളത്, പിണറായി വിജയൻ്റെ ഏറ്റവും വിശ്വസ്തനായ ഉദ്യോഗസ്ഥൻ അനിൽകുമാറിനും സന്ദീപിനും ഇന്ന് പോലീസ് ചോദ്യം ചെയ്യലിനുള്ള നോട്ടീസ് കോടതി വ്യവഹാരത്തിലൂടെ ലഭിച്ച ദിവസമാണ്. ആലപ്പുഴ ജില്ലയിലെ യൂത്ത് കോൺഗ്രസിൻ്റെ അധ്യക്ഷൻ ശ്രീ MP പ്രവീണിനെയും അതുപോലെ തന്നെ ജില്ലാ ജനറൽ സെക്രട്ടറി ശ്രീമതി മേഘയും അതിക്രൂരമായി തലയ്ക്ക് മർദ്ദിച്ച് ആന്തരിക രക്തസ്രാവം ഉണ്ടാകുന്ന രീതിയിൽ പ്രവീണിനെയും മേഘയും മർദ്ദിച്ച പോലീസുകാർക്കെതിരായിട്ടാണ് ഞങ്ങൾ ഈ സമരവുമായിട്ട് വന്നിരിക്കുന്നത്. ഇവിടുത്തെ DYSPയും CIയും SIയും പിന്നെ കുറേ സിവിൽ പോലീസ് ഓഫീസർമാരും പിണറായി വിജയൻ്റെ ഗുഡ് എൻട്രി സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ടാണ് ഈ തെമ്മാടിത്തരം കാണിച്ചത് എങ്കിൽ ആ ലിസ്റ്റ് ഞങ്ങളും എടുത്തു വെച്ചിട്ടുണ്ട്. ഇനിയൊരു കാലത്ത് അത് ഞങ്ങളുടെയൊക്കെ ബ്ലാക്ക് ലിസ്റ്റിൽ പെടുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അതുകൊണ്ട് സമരത്തെ ഏത് വ്യാപ്തി വരെ കൊണ്ടുപോകണമെന്ന് തീരുമാനിക്കുന്നത് പോലീസല്ല. സമരം തുടങ്ങുന്നത് ഞങ്ങൾ പ്രഖ്യാപിച്ചിട്ടാണ് എങ്കിൽ തീർക്കുന്നതും യൂത്ത് കോൺഗ്രസ് നേതൃത്വം പ്രഖ്യാപിച്ചിട്ട് തന്നെ ആയിരിക്കും. അതല്ലാതെ നിങ്ങൾ കനാലിലേക്ക് വീഴാൻ പോകുന്ന ആളുകളുടെ മണ്ടയ്ക്ക് പിന്നെയും ചില പീരങ്കി അടിച്ചാലോ കണ്ണീർ വാതകം പ്രയോഗിച്ചാലോ ലാത്തി ഒടിയുന്നത് വരെ ലാത്തി ചാർജ് നടത്തിയാലോ ഒന്നും പിരിഞ്ഞു പോകുന്ന ആൾക്കൂട്ടമല്ല യൂത്ത് കോൺഗ്രസിൻ്റേത് എന്ന് മറ്റാരേക്കാൾ നന്നായിട്ട് ആലപ്പുഴയിലെ പോലീസിന് അറിയാം. അപ്പോൾ അങ്ങനെയാണ് യൂത്ത് കോൺഗ്രസിൻ്റെ SP ഓഫീസ് മാർച്ചിലെ പ്രതിഷേധമാണ് പ്രേക്ഷകർ കണ്ടത്. അത് യൂത്ത് കോൺഗ്രസ് ജില്ലാ അധ്യക്ഷനെ അടക്കം ക്രൂരമായി മർദ്ദിച്ച നടപടി പ്രതിഷേധിച്ചായിരുന്നു. എന്തായാലും ആ പ്രതിഷേധം അവിടെ നിന്ന് മാറുന്നു, അവർ വിരോധമായ റോഡിലേക്ക് പോവുകയാണ് എന്ന് പറയുകയാണ്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സമിതിയുടെ നേതൃത്വത്തിൽ തന്നെയായിരുന്നു ആലപ്പുഴയിലെ SP ഓഫീസ് സമരം.